ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടറോള A10 ഫീച്ചർ ഫോണാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 1299 രൂപയാണ്. 1300 രൂപ റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ഫോണാണ് മോട്ടറോളയുടെ ഈ A10 എന്ന് പറയുന്ന ഫോൺ. മോട്ടറോള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഫീച്ചർ ഫോണാണ് ഈ മോട്ടോ A10. മോട്ടോ A10, മോട്ടോ A50, മോട്ടോ A70 എന്ന് പറയുന്ന 3 ഫീച്ചർ ഫോണുകളാണ് മോട്ടറോള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. അതിൽ മോട്ടോ A10 ഫോണാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പാക്കേജിലാണ് ആമസോണിൽ നിന്ന് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്. കംപ്ലീറ്റ്ലി റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആമസോൺ ഈ പാക്കിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് ഇറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോ A10 ഫീച്ചർ ഫോൺ. ഈ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പാക്കേജിങ്ങിലാണ് കമ്പനി പ്രോഡക്റ്റ് നമുക്ക് തരുന്നത്. ദെൻ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് 2 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടാനായിട്ട് നമുക്ക് മോട്ടറോളയുടെ സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യണം. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം 1750 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 6+ ഡേയ്സ് ബാറ്ററി ബാക്കപ്പ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡ്യുവൽ സിം ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ വയർലെസ് FM ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലൗഡ് സൗണ്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ MRP വരുന്നത് 1630 രൂപയാണ്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത് 1299 രൂപയാണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോ A10 ഫോൺ വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഒരു മൈക്രോ USB ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ വരുന്നത് ബാറ്ററിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1750 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഈ ബോക്സിൻ്റെ അകത്ത് വേറെ യൂസർ മാനുവലോ വേറെ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. ഈ ഫോൺ നമ്മളിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരു 3.5 ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ദെൻ മൈക്രോ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ദെൻ ഇവിടെ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു ടോർച്ചും കൂടി കിട്ടുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 സിം സ്ലോട്ടുകളും ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും നമുക്ക് കാണാം. 32 GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 സിം സ്ലോട്ടുകളും നോർമൽ സിം അല്ലെങ്കിൽ ഫുൾ സിം സ്ലോട്ടുകളാണ്. ഇതിലേക്ക് നമുക്കിനി ബാറ്ററി ഇടാം. ഈ ബാറ്ററിയും കൂടി ഇട്ട് കഴിയുമ്പോഴും ഈ ഫോൺ എന്ന് പറയുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ഫോണാണ്. 81.9 grams ആണ് വിത്ത് ബാറ്ററി ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ക്രീൻ ഗാർഡ് റിമൂവ് ചെയ്യാം. ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രീൻ ഗാർഡ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ ഫോൺ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചാർജ് ചെയ്യാം. അപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഫോൺ ഇപ്പോൾ ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഏകദേശം 2.25 മണിക്കൂർ എടുത്തു ഫുൾ ചാർജിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ മോട്ടോ A10 ഫോണിന് 22 ലാംഗ്വേജസ് റീഡ് സപ്പോർട്ടും ഉണ്ട്. 6 ലാംഗ്വേജസ് റൈറ്റ് ആൻഡ് മെനു ട്രീ സപ്പോർട്ടും ഉണ്ട്. നമുക്കിതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചൂസ് ചെയ്യാം.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 1.8 ഇഞ്ച് കളർ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മെനുവിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ കോൾ ലോഗ് ഉണ്ട്, ദെൻ കോണ്ടാക്ട്സ് വരുന്നുണ്ട്, മ്യൂസിക് പ്ലെയർ ഉണ്ട്, മെസ്സേജസ് ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, ദെൻ ടോർച്ച് വരുന്നുണ്ട്, ദെൻ ഫയൽ മാനേജർ ഉണ്ട്, ദെൻ കലണ്ടർ വരുന്നുണ്ട്, ദെൻ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അതിൻ്റെ താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗെയിംസ്, അലാറം, ഇമേജ് വ്യൂവർ, ദെൻ സെറ്റിങ്സ്, ബ്ലൂടൂത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ, ദെൻ വീഡിയോ പ്ലെയർ കിട്ടുന്നുണ്ട്, ദെൻ നമുക്ക് ഇതിൽ FM റേഡിയോയും സൗണ്ട് റെക്കോർഡറും വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ കോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യണം. മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കോൾ റെക്കോർഡിംഗ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് റേഡിയോ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നല്ല സൗണ്ട് ഈ ഒരു ഫോണിന് ഉണ്ട്. ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. MT6261D പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഫോൺ സൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇതിൽ ഈ ഫോൺ സെറ്റിങ്സിൽ നമുക്ക് ഈ ഫോൺ സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലർ ഓപ്ഷനുമുണ്ട്, ലാർജ് ഓപ്ഷനുമുണ്ട്. ലാർജ് സൈസിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് ഫോൺ സൈസിലേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ പ്രായമായവർക്കും ഈ ഒരു ഫോൺ സ്യൂട്ടബിളാണ്. മെസ്സേജസൊക്കെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ലാർജ് സൈസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 1300 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ഫോണാണ് ഈ മോട്ടോ A10 എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്കും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.